10 മിനിറ്റ് സമയം തരും. അതിനകത്ത് സംസാരിച്ച് തിരിച്ചു വെക്കണം. മനസ്സിലായോ? എന്നോട് ക്ഷമിക്കണം. എന്തിനാ ഒരു തെളിവ് കൊണ്ട് നിർത്തിക്കളഞ്ഞത്? ചെല്, വീട്ടിൽ ചെന്ന് എന്റെ മുറിയാകെ ഒന്നുകൂടി പരിശോധിക്ക. എന്നിട്ട് മറ്റെന്തെങ്കിലും തെളിവ് കൂടി കിട്ടുമെന്ന് നോക്ക്. കേസ് ഒന്നുകൂടി സ്ട്രോങ് ആവട്ടെ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നത് നേരാ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കൊരിക്കലും സുപ്രിയെ കൊല്ലാൻ കഴിയില്ലെന്ന്. അന്നു മുതൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. ചതിച്ചത് ജയരാമനാ. ലോക്കർ എടുത്തു കൊടുക്കാൻ സഹായിച്ചത് നീയല്ലേ? എന്നിട്ട് കള്ളം പറയുന്നു. പക്ഷെ DK, ഞാൻ നിങ്ങളെ വേണ്ട. ചെയ്തു തന്ന സഹായം തന്നെ ധാരാളം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പ്ലീസ് ഗോ ഔട്ട്. DK, ഓക്കെ, ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റിനെ കാണാം. ജാമ്യത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ഇനി നിന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ചതിക്കുന്നവരെപ്പോഴും പിന്നിൽ നിന്ന് ചതിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ദൈവത്തിന്റെ കണ്ണുകൾ എന്നെ കാണുന്നുണ്ട്. ആ ബോധ്യത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. നീ എന്നല്ല, ആര് ചതിക്കാൻ ശ്രമിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല. DK, ജയരാമൻ എന്നെ ചതിച്ചതാണെന്ന് ഞാൻ ഏത് കോടതിയിലും പറയാം. നീ ഈ കേസിൽ സാക്ഷിയോ പ്രതിയോ അല്ല. പക്ഷെ വഴക്കിട്ടും പിണങ്ങിയും ഇത്രയും നാൾ ഒരു മുറിയിൽ ഉറങ്ങുമ്പോ എപ്പോഴെങ്കിലും നിനക്ക് സത്യം ഒന്ന് പറയാമായിരുന്നു. അത് നീ ചെയ്തില്ല. കൂടെ നിന്ന് ചതിച്ചു. എന്നെയല്ല, നിന്നെ ജീവനതുല്യം സ്നേഹിച്ച എന്റെ അമ്മയെ. അമ്മയൊന്ന് കാണാൻ എന്നെ അനുവദിക്കണം. ചെല്ല്. മകൻ ജയിലിൽ പോയ നിമിഷം തളർന്നു വീണതാണ് അമ്മ. ചെന്ന് കാണ്. കള്ളത്തരം കാണിച്ച് കല്യാണം കഴിച്ചിട്ടും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരുന്നതാണോ DK ചെയ്ത തെറ്റ്? സ്വന്തം വീട് കടം കയറി ജപ്തിയുടെ വക്കിലെത്തിയപ്പോ 25 ലക്ഷം രൂപ നൽകി സഹായിച്ച ഇവിടുത്തെ അമ്മയാണോ തെറ്റുകാരി? സ്വന്തം കുടുംബക്കാർക്ക് പോലും നിങ്ങളോടില്ലാതിരുന്ന മര്യാദ ഉത്സവത്തിന് സ്വന്തം കയ്യിലെ കാശ് മുടക്കി നിങ്ങൾക്ക് നേടിത്തന്നത് ഞങ്ങളുടെ DK. ആ DK ജയിലിൽ കയറ്റി അവളോട് ദൈവം പോലും പൊറുക്കില്ല. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ കിടക്കില്ലെന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്. DKയുടെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിക്കേണ്ടവൾ DK ചതിയിൽ വീട്ടിൽ ഇറങ്ങിപ്പോയി. എന്നിട്ടിപ്പോ അച്ഛൻ ഇവിടുത്തെ അമ്മയെ കാണാൻ വന്നിരിക്കുന്നു. ഇതറിഞ്ഞ നിമിഷം മുതൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുങ്ങുകയായിരുന്നു ഞാൻ. ഇങ്ങോട്ട് വരണോ വേണ്ടെന്ന് ഒരുപാട് ആലോചിച്ചു. മരുമകനായിട്ടല്ല, മകനായിട്ടാണ് ഞാൻ DK സ്നേഹിച്ചത്. ഒരച്ഛനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും എനിക്ക് നൽകിയ മരുമകനാണ് DK. ആ മരുമകനെ ജയിലിലാക്കിയത് എന്റെ മകളാണെങ്കിൽ കൂടി ഞാൻ അവളോട് ക്ഷമിക്കില്ല. ഓ, ഇതൊക്കെ ഇപ്പൊ പറയും. പക്ഷെ തിരിച്ചു ചെല്ലുമ്പോഴേക്കും മകളൊന്ന് കരഞ്ഞു കാണിച്ച അതോടെ തീർന്നു. പിന്നെ അച്ഛനും മകളും ഒന്നാ. പിന്നെ ജയിലിൽ കയറിയതിന്റെ നാണക്കേട് DKക്ക് മാത്രം ബാക്കിയാവും. ഇല്ല മക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. എന്റെ മരുമകനോട് ഈ ചതി ചെയ്തവളെ ഞാൻ ഇനി എന്റെ വീട്ടിൽ കയറില്ല. വെറുതെ പറഞ്ഞാ പോരാ, പ്രവർത്തിച്ച് കാണിക്കണം. അതിനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല സുധാകരൻ നായർ. എന്റെ മരുമകനെ ചതിച്ച് ജയിലിൽ കയറ്റിയവൾക്ക് എന്റെ വീട്ടിലോ എന്റെ മനസ്സിലോ സ്ഥാനം ഉണ്ടായിരിക്കില്ല. അങ്ങനെ അവളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും നമ്മൾ അടിച്ചു. അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ വരട്ടെ. രക്തബന്ധം എപ്പോഴും രക്തബന്ധം തന്നെ. എന്തായാലും അയാൾ ആദ്യം അമ്മയെ കാണട്ടെ. ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാം. എനിക്കിപ്പോ നിങ്ങളെ കുറച്ചൊക്കെ ഇഷ്ടമായി തുടങ്ങി ഹിറ്റ്ലറെ. ഇനിയും നിന്റെ ഈ വൃത്തികെട്ട വാ തുറന്നാൽ ഈ കസേര എടുത്ത് നിന്റെ തലയാൻ അടിച്ചു പൊളിക്കും. ഇറങ്ങിപ്പൊടി.
നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും നിങ്ങളെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോവുള്ളൂ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കൂട്ടുകാരിയുടെ അമ്മ ഹൈക്കോടതിയിലെ വക്കീലാ. നമുക്ക് ആ വക്കീലിനെ കണ്ട് ഒരു ജാമ്യത്തിന് ശ്രമിച്ചു നോക്കിയാലോ? വേണ്ട. ശരി, എന്നാ നിങ്ങളൊരു വക്കീലിനെ പറയൂ, ഞാൻ ചെന്ന് കാണാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ സഹായം കൊണ്ട് ഇവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് ഇതിനകത്ത് കിടന്ന് തന്നെ മരിക്കുന്നതാ. ഇറങ്ങി പോടി, ഇറങ്ങി പോ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എന്നെ തലയിപ്പാ ഹിറ്റ്ലർ എറിഞ്ഞു തകർത്തേനെ. ഇങ്ങനെ ഒരു മരണമൊഴി പറയേണ്ടി വരുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടാൻ ചെയ്യട്ടാ. DK നമ്മൾ വിചാരിക്കും പോലെ ഒരാളല്ല. ദിവസം ചെല്ലുന്തോറും DKയുടെ സാഡിസ്റ്റ് സ്വഭാവം കൂടിക്കൂടി വരുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ മരണത്തിന് ഉത്തരവാദി DK തന്നെ ആയിരിക്കും. സംഭവം നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അമ്മ എവിടെ? മുറിയിലുണ്ട്, വാ. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. പോലീസ് സ്റ്റേഷനിലല്ല DK ഇപ്പോൾ ഉള്ളത്, CBIയുടെ ഒരു ഗസ്റ്റ് ഹൌസിലാണ്. ജാമ്യം കിട്ടുമോ വക്കീലെ? ജാമ്യം കിട്ടും, പക്ഷെ അതിനവര് DK കോടതിയിൽ ഹാജരാക്കണം. നമ്മുടെ പോലീസായിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കാമായിരുന്നു. ഇത് CBI അല്ലേ? ചിത്രയുടെ ആങ്ങളെ കൂടെ ചേർന്നോണ്ടല്ലേ അവരെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത്. വക്കീൽ അവനെ കണ്ടിട്ടേ? അവിനാഷിനെ ഞാൻ വിളിച്ചിരുന്നു, വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യൽ നടക്കുന്നേ ഉള്ളൂന്നാ പറഞ്ഞത്. നാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി വാങ്ങിക്കാനാ പരിപാടിയെന്നാ അവിനാഷ് പറഞ്ഞത്. അപ്പോ നാളെ ജാമ്യം കിട്ടുമോ? ഉറപ്പു പറയാൻ സാധിക്കില്ല. ആദ്യത്തെ തവണ ആയതുകൊണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. CBIക്കാര് കസ്റ്റഡി ചോദിച്ചാൽ കോടതി ചിലപ്പോ അത് അനുവദിക്കും. അല്ല മയെ, സുപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ കേസൊന്നും ഉള്ളതായിട്ട് അറിയില്ല. അന്വേഷണത്തിനായിട്ട് ആരും വന്നിട്ടുമില്ല. ഈ ജയരാമൻ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അല്ലേ? അതെ, അയാളെല്ലാം കണക്കൂട്ടി തന്നെ വന്നത്. പക്ഷെ അതാരും അറിഞ്ഞില്ലെന്ന് മാത്രം. അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. DKയുടെ ഭാര്യ തന്നെ ആ തെളിവുകളൊക്കെ ശേഖരിച്ചു കൊടുത്തതെന്ന് ജയരാമൻ പറഞ്ഞത്. അതിനയാള് പരസ്യമായിട്ട് തന്നെ ജ്യോതിക്ക് താങ്ക്സ് പറയുകയും ചെയ്തു. എന്നിട്ട് ആ കുട്ടി എവിടെ? DK അറസ്റ്റ് ചെയ്തോണ്ട് പോയപ്പോ തന്നെ അവളെ ഞങ്ങളെ ഇറക്കി വിട്ടു. നന്നായി, അതെന്തായാലും നന്നായി. വക്കീലെ, എന്റെ മോൻ അങ്ങനെ ചെയ്യുന്നു താൻ വിശ്വസിക്കുന്നുണ്ടോ? ഏയ്, ഞാനിത് വിശ്വസിക്കില്ല. അവര് തമ്മിലുള്ള സ്നേഹം എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇണക്കിളികളെ പോലെയല്ലേ അവർ ജീവിച്ചത്. എത്രയും പെട്ടെന്ന് അവൻ ജാമ്യത്തിൽ ഇറങ്ങണം. നോക്കാം. അമ്മ വിഷമിക്കണ്ട, ജാമ്യം നമുക്ക് എടുക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതുവരെ പോലീസിൽ ഇങ്ങനെ ഒരു കേസില്ല. ജയരാമൻ CBIയിലായതുകൊണ്ട് നടത്തുന്ന ഒരു അൺഒഫീഷ്യൽ എൻക്വയറി ആയത്. അപ്പൊ എളുപ്പം ജാമ്യം കിട്ടില്ല വക്കീലെ? ജാമ്യത്തിന് തടസ്സമൊന്നുമില്ല, പക്ഷേ അവിനാഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ സുപ്രിയയെ കൊന്നത് താനാണെന്ന് DK സമ്മതിച്ചു എന്നാ അവിനാഷ് പറഞ്ഞത്. ഇതാണോ തെളിവ്? ഇതിനു മുമ്പ് DK എന്താ പറഞ്ഞത്? ഇതിന് ശേഷം DK എന്താ പറഞ്ഞത്? ഇതൊന്നും ഇതിനകത്തില്ലല്ലോ സാറേ. ഇതുകൊണ്ടൊന്നും DK ശിക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. തെളിവ് കണ്ടുപിടിക്കലും ശിക്ഷിക്കലും ഒക്കെ പോലീസിന്റെ പണിയാണ്. ഞങ്ങളത് വൃത്തിയായിട്ട് ചെയ്തിരിക്കും. ഇനി
നീ പറയുന്ന പോലെ സുപ്രിയയുടെ കൊലപാതക കേസിൽ നിന്ന് DK എങ്ങാനും ഊരിയാലും ഒരിക്കലും അഴിയാത്ത മറ്റൊരു കൊലപാതക കുറ്റത്തിന്റെ കുരുക്കിട്ട് നിന്റെ DK ഞാൻ ശ്വാസം മുട്ടി ചിഞ്ചിഞ്ചായിട്ട് കൊല്ലും. തൽക്കാലം നീ ഇതും കൊണ്ടുപോയി പുറത്തിരിക്കും. അയാൾക്കുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. വിട്ടോ വിട്ടോ ഓടാ. അല്ല മയേച്ചി, എനിക്കൊരു സംശയം. ജ്യോതി കള്ളത്തരം കാണിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ DK അവളിങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. അവള് ചതിച്ചതല്ല ഇപ്പോഴത്തെ വിഷയം. DK എങ്ങനെ ജാമ്യത്തിലിറക്കാമെന്നാ നമ്മൾ ആലോചിക്കേണ്ടത്. അതിനാ ജയരാമൻ DK കോടതിയിൽ ഹാജരാക്കിയല്ലേ ജാമ്യത്തിൽ എടുക്കാൻ പറ്റൂ. വക്കീൽ അങ്ങനെയല്ലേ പറഞ്ഞേ? മയേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നെ വഴക്ക് പറയരുത്. ഇതുവരെ ഇല്ലാത്ത സംശയങ്ങളാണല്ലോ നിന്റെ മനസ്സിൽ. എന്താ ചോദിക്ക. ആ ജയരാമൻ സുപ്രിയന്റെ കൊന്നത് DK ആണെന്ന് പറഞ്ഞപ്പോ DK അതിനെ എതിർക്കാതിരുന്നത് എന്താ? ആര് പറഞ്ഞു എതിർത്തില്ലെന്ന്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് DK പറഞ്ഞില്ലേ, പിന്നെന്താ? എന്റെ മനസ്സിലും ആ സംശയം തോന്നിയിരുന്നു. സുപ്രിയന്റേടത് ഒരു അപകട മരണമായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും ജയരാമൻ പറഞ്ഞതിനെയൊന്നും DK ശക്തമായിട്ട് എതിർത്തില്ല. അതിനെന്താ കാരണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി ജയരാമൻ പറഞ്ഞതുപോലെ DKക്ക് അതിലെന്തേലും പങ്കുണ്ടാവോ? നീ എന്താ പറഞ്ഞത്? സുപ്രിയന്റെ DK കൊന്നിട്ടുണ്ടാവുന്നോ? അങ്ങനെയാണോ നിന്റെ മനസ്സിൽ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല. പക്ഷേ തെളിവുകളെല്ലാം DKക്ക് എതിരല്ലേ മായച്ചി? അതുകൊണ്ടല്ലേ ആ ജയരാമന് സംശയം തോന്നിയതും അയാളെ DK അറസ്റ്റ് ചെയ്തതും. ഇനി നമ്മൾ അറിഞ്ഞതല്ലാത്ത എന്തെങ്കിലും ഒരു പങ്ക് DKക്ക് കാര്യത്തിലുണ്ടാവൂ? മനുഷ്യന്റെ മനസ്സ് ബർമുഡ ട്രയാങ്കിളിനേക്കാളും വിചിത്രല്ലേ? ചിത്രേ, വാട്ട് ഈസ് ദിസ്? എന്താണ് നടക്കുന്നേ? എന്റെ മകൻ ജയിലിലായ സമയം നോക്കി അവനെതിരെ ഗൂഢാലോചന നടത്തുകയാണോ? അയ്യോ അമ്മേ, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. വിശദീകരിക്കണ്ട. നിങ്ങൾ DK പറ്റി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സുപ്രിയയുടെ മരണത്തിന്റെ ഷോക്കിൽ നിന്നും അവൻ ഇതുവരെ കര കയറിയിട്ടില്ല. ശരിക്കും അവന്റെ ജീവിതം തന്നെ ഇപ്പൊ ഒരു നരകമാ. അമ്മ ദയവേത് അമ്മ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഞങ്ങള് DK സംശയിച്ചതല്ല. സുപ്രിയന്റെ കൊന്നത് DK ആണെന്ന് ജയരാമൻ പറഞ്ഞപ്പോ DK അയാളോട് ഷൗട്ട് ചെയ്തില്ല, ദേഷ്യപ്പെട്ടില്ല. എന്തിന് ശക്തമായൊരു എതിർവാക്ക് പോലും പറഞ്ഞില്ല. അത് പിന്നെ തെളിവുണ്ടാക്കി കൊടുക്കാൻ സഹായിച്ചത് സ്വന്തം ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോ DK മരവിച്ചു പോയി കാണും. അതുകൊണ്ടായിരിക്കും അധികം സംസാരിക്കാൻ പറ്റാതെ പോയത്. അവള് ചെയ്ത തെറ്റിന്റെ വലിപ്പം എത്രയാണെന്ന് അവക്കിപ്പം മനസ്സിലാവില്ല. എന്റെ മോന്റെ നല്ല മനസ്സ് അവക്ക് ഇനി കാണാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ പറയുന്നതൊക്കെ ശരിയാ. DK ഞങ്ങൾക്കറിയാം. ഞങ്ങളെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും കൈവെള്ളയിൽ കൊണ്ടു നടന്ന DK സംരക്ഷിക്കുന്നത്. ഞങ്ങളുടെ ഭർത്താക്കന്മാര് ചെയ്ത വലിയ തെറ്റിന് പോലും ചെറിയ ശിക്ഷ മാത്രമേ DK നൽകിയിട്ടുള്ളൂ. വേണമെങ്കിൽ DKക്ക് പലതവണ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാമായിരുന്നു. പക്ഷെ അതൊന്നും DK ചെയ്തിട്ടില്ല. അതുകൊണ്ട് DK എന്തു പറയുന്നോ അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സുപ്രിയാന്റിയുടെ മരണത്തില് DKക്ക് ഒരു പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ അതെ, അത് ഞാനും വിശ്വസിക്കുന്നില്ല. മായച്ചി പറഞ്ഞതാ ശരി. ആ ജയരാമനും ജ്യോതിയും കൂടെ ചേർന്ന് DK ചതിച്ചതാ. അല്ലാതെ DKക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ആർക്കാ അറിയാത്തത്?
DKക്ക് സുപ്രിയാന്റിയോടുള്ള സ്നേഹം നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ? എല്ലാവരുടെ മുന്നിലും അവൾ ജ്യോതിയോട് ദേഷ്യം കാട്ടുമെങ്കിലും അവന്റെ ഉള്ളിൽ അവളോട് ഇഷ്ടമുള്ളത് എനിക്കറിയാം. എത്രയൊക്കെ ആയാലും അവൻ താലി കെട്ടിയ ഭാര്യയല്ലേ. സുപ്രിയയുടെ സ്ഥാനത്ത് പകരക്കാരിയായി വന്നവളല്ലേ. അതുകൊണ്ടാ എത്രയൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചാലും അവളെ അവൻ തിരിച്ച് വീട്ടിലേക്ക് കയറ്റുന്നത്. ചിലപ്പോഴൊക്കെ അവളോടുള്ള ഇഷ്ടം ഞാൻ അവന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചതിച്ചത് അവൾ അന്നറിഞ്ഞപ്പോ അവളൊന്ന് പകച്ചു പോയത്. സ്നേഹിക്കുന്നവർ പുറകിന്ന് കുത്തിയാലുള്ള വേദന അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ദയവ് ചെയ്തൊന്ന് കേൾക്കണം. അർജുൻ, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? ഞാൻ വിളിച്ചിട്ടാ വന്നത് ഒരു സഹായത്തിന്. റെസ്റ്റോറന്റിൽ നിന്ന് നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവരാൻ ഞാനാ പറഞ്ഞത്. ആര് പറഞ്ഞു റെസ്റ്റോറന്റിൽ നിന്ന് എനിക്ക് ഫുഡ് കൊണ്ടുവരാൻ? ഞാൻ പറഞ്ഞോ? പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ? എന്നെ നിങ്ങളുടെ മരുമക്കൾ അമരാവതിന്ന് പിടിച്ചിറക്കി ഗേറ്റ് അടച്ചില്ലേ? ഞാൻ ചെയ്യേണ്ടത് എന്റെ മരുമക്കൾ ചെയ്തതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു? ആ ജയരാമനെ നിങ്ങളെ ചതിച്ചത് അല്ലാതെ ഞാനൊന്നും അല്ല. അർജുൻ, ഈ ഫുഡ് തിരികെ കൊണ്ടു. എടുത്തോണ്ട് പോവാൻ. വേണ്ട അർജുൻ, ടെൻഷൻ കൊണ്ടാ നിന്റെ സാറിങ്ങനെ പറയുന്നത്. നീ പൊയ്ക്കോ. ഹിറ്റ്ലർ, ആ ജയരാമൻ നിങ്ങളെ മാത്രമല്ല എന്നെയും ഈ കേസിൽ കുരുക്കി എന്റെ ജീവിതം പോലും നഷ്ടപ്പെടുത്തി. നിന്റെ കള്ളച്ചതിയുടെ പുരാണം കേൾക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. എനിക്കിവിടെ ആരുടെ സഹായം ആവശ്യമില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പോവാനാ? നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ ഞാനിപ്പോ പെരുവഴിയില്ല. ഹിറ്റ്ലറെ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഭക്ഷണം ഒന്ന് കഴിക്കും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നോടുള്ള വാശി കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത് പ്ലീസ്. നീ ഇതിനകത്ത് വല്ല വിഷവും കലർത്തിയിട്ടില്ലെന്ന് ആര് കണ്ടു? ഭക്ഷണം വേണമെങ്കിൽ കഴിക്കണ്ട. പക്ഷെ ഇവിടുന്ന് ഞാൻ തിരിച്ചു പോകുന്നെങ്കിൽ അത് നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. ജയരാമ മാത്രല്ല, അവിനാശ് നിങ്ങളെ ജയിലടക്കാൻ കാത്തിരിക്കുക. അതിന് നിനക്കെന്താ? ഞാൻ നിന്റെ ആരാ? ഞാൻ നിന്റെ ആരെങ്കിലും ആണെന്ന് നീ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റ്. ഒരു താലി കെട്ടിപ്പോയതുകൊണ്ട് നീ എന്റെ ആരെങ്കിലും ആയി പോയിന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. സുപ്രിയയുടെ സ്ഥാനത്തേക്ക് ഇടിച്ചു കയറി വരാനുള്ള നിന്റെ ഈ അത്യാഗ്രഹം ഞാൻ ഒരിക്കലും അനുവദിച്ചു തരികയില്ല. ഒരു ജോലിക്കാരിക്കപ്പുറം അമരാവതി വീട്ടിൽ നിനക്കൊരു സ്ഥാനവും ഞാൻ കൽപ്പിച്ചിട്ടില്ല. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ആഹാ, അത് കൊള്ളാലോ. നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നും നിങ്ങളോടുള്ള പ്രേമം മൂത്തിട്ട് ഞാൻ ഇവിടെ കാവല് കിടക്കുവാണെന്ന്. എന്നാൽ അതല്ല സത്യം. നിങ്ങളെ ചതിച്ച് ജയിലിലാക്കിയവൾ എന്ന കിരീടമാ ആ ജയരാമൻ എന്റെ തലയിൽ എടുത്തു വെച്ച് തന്നത്. സുപ്രിയെ കൊന്നത് നിങ്ങളാണെന്ന് അന്ന് അയാൾ എന്നോട് പറഞ്ഞപ്പോ ഞാനും ഒന്ന് സംശയിച്ചു പോയി. പക്ഷേ അയാൾ പറഞ്ഞ തെളിവുകളൊന്നും ആ ലോക്കറിനകത്തില്ലാന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നതാ. എന്റെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്ത് എന്നെ നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിച്ചതല്ലെന്ന് ആ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ദിവസം എനിക്ക് മനസ്സിലായി. DK, സുപ്രിയെ കൊന്നത് നീയാണെന്നതിനുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ കേസ് തെളിയിക്കാൻ ഞങ്ങളെ സഹായിച്ചത് ജ്യോതിയാണ്. താങ്ക്സ് ജ്യോതി.
എന്തായി മായേച്ചി, അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താന്ന് വല്ല പിടിയും കിട്ടിയോ? ഇനി അവള് തിരിച്ചു വന്നാ കൈ പിടിച്ചു കയറ്റുവോ? കൈയല്ല, വേണമെങ്കിൽ നിലവിളക്കം കത്തിച്ച് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും. അവൾ അമ്മയ്ക്ക് ഏതാണ്ട് കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഊഹത്തില് തെറ്റൊന്നുമില്ല. അമ്മയ്ക്ക് അവളോടുള്ള സ്നേഹത്തിന്റെ പുറന്തോടില് ഒരു വിള്ളല് വീണിട്ടുണ്ടെന്നേ ഉള്ളൂ. ഉള്ളിൽ അവളോടുള്ള സ്നേഹത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ മുറിവേറ്റത് സ്വന്തം മകന്റെ നെഞ്ചിലായപ്പോ ഉള്ളൊന്ന് പൊള്ളിപ്പോയി. അതുകൊണ്ട് കൈപിടിച്ച് തിരികെ കയറ്റുകയൊന്നുമില്ല. എന്നാലും അവളെ ഇവിടുന്ന് പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നമ്മുടെ നീക്കം അമ്മയ്ക്ക് മനസ്സിലായി. അത് പച്ചയ്ക്കെന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പൊ നമ്മളൊന്ന് കരുതിയിരിക്കണം എന്നർത്ഥം. അവൾക്കെതിരെയുള്ള നീക്കത്തിന് ഇനിയും ആയുധങ്ങൾ സ്വരുക്കൂട്ടണം, അല്ലേ മായച്ചി? നമ്മൾ അവളെ പിടിച്ച് ഗേറ്റിന് പുറത്താക്കിയത് പത്മാവതി അമ്മയ്ക്ക് അത്രയ്ക്ക് ദഹിച്ചിട്ടില്ല. പക്ഷേ അവള് ജയരാമന്റെ ഏജന്റായിട്ട് വന്ന് DK ചതിച്ചത് അംഗീകരിക്കാനും വയ്യ. അപ്പൊ ത്രിശങ്കുവിലാണ് രാജമാതാവ്, അല്ലേ മായച്ചി? DKയുടെ ഭാര്യ എന്ന അവകാശത്തില് അവള് തിരിച്ചു കയറിയോ നമ്മൾ ഇനി എന്ത് ചെയ്യും മായച്ചി? ഒന്നും ചെയ്യാനാവില്ല. നമുക്ക് മാത്രമല്ല, സാക്ഷാൽ DKക്ക് പോലും. നിയമം അങ്ങനെയാ. DKയുടെ ഭാര്യ എന്ന അധികാരത്തിൽ അവൾക്കിവിടെ ഏത് നിമിഷവും കയറി വരാം, താമസിക്കാം. ആർക്കും അത് തടയാൻ പറ്റില്ല. ഒന്ന് ചുമ്മാതിരി മായേച്ചി. ഇനി അവൾ ഈ പടി കയറി വന്നാലേ കഴിഞ്ഞ തവണത്തെ പോലെ പിടിച്ചിറക്കി വിട്ട് ഗേറ്റ് അടയ്ക്കണം, അല്ലാതെ പിന്നെ. അതത്ര ഈസി ആയിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല ചിത്രേ. കഴിഞ്ഞ തവണ DK അറസ്റ്റ് ചെയ്യിക്കാൻ കാരണക്കാരിയായവളെ പുറത്താക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു. അന്ന് അവള് പ്രതികരിക്കാഞ്ഞത് അവളുടെ കയ്യിൽ തെറ്റുണ്ടെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ടാ. ഇനി അവള് പ്രതികരിക്കും. നിന്റെ ചേച്ചിയും ഞാനും തമ്മിലൊരു സംസാരം ഉണ്ടായി. എന്നിട്ട് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് എന്നോട് വെല്ലുവിളിച്ചു പറഞ്ഞു. DKയെ ഞാൻ മനഃപൂർവ്വം അപമാനിച്ചെന്നാ നിന്റെ ചേച്ചി പറയുന്നത്. ഇല്ല അവിനാശ്, ചേച്ചിക്ക് നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. പ്രായപൂർത്തിയായ പെണ്ണാ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. അതിലേ ചേച്ചിക്ക് ഒരു കാര്യമില്ല. ഗുഡ്, വെരി ഗുഡ്. ഇപ്പോഴാ നിന്നോട് എനിക്ക് ശരിക്കും സ്നേഹം കൂടിയത്. നിനക്ക് ഞാനൊരു സമ്മാനം തരട്ടെ? ചേട്ടേ, തോന്നിയാസം കാണിച്ച അടിച്ചതിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. സോറി അങ്കിൾ, ഞാൻ പെട്ടെന്ന് പ്രിയാന്ന് കരുതിയാ. പ്രിയാണെന്ന് കരുതിയാ? നിന്നോട് മേലിൽ എന്റെ മോളെ ശല്യപ്പെടുത്തലെന്ന് പറഞ്ഞല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇത് ആവർത്തിച്ചാൽ നിന്റെ മേലധികാരികൾക്ക് ഞാൻ പരാതി കൊടുക്കും. വയ്ക്കണ ഫോൺ. ഞാൻ നിന്റെ ഫോൺ. നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും അല്ലേ അഹങ്കാരി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കിയ കൊന്ന് കെട്ടിത്തൂക്കും ഞാൻ. അതെ, എന്നാ പിന്നെ അതാ നല്ലത്. സ്വന്തം മകൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ തുടങ്ങുമ്പോ അതിന് തടയിടാൻ നിൽക്കുന്ന നിങ്ങളൊരു മനുഷ്യനാണോ? ഭാര്യയുള്ള ഒരുത്തിനെ പ്രേമിക്കാൻ സ്വന്തം മകൾ കൊത്താശ ചെയ്തു കൊടുക്കുന്ന വിവരം കിട്ട നിന്നെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റൂടി? എന്തായാലും നിങ്ങളുടെ മോളെ പോലെ ഒരുത്തനെ ചതിച്ച് കല്യാണം കഴിച്ചില്ലല്ലോ. എന്നിട്ട്
ചേച്ചി ഇപ്പൊ എന്താ ചെയ്തേ? സ്വന്തം ഭർത്താവിനെ ചതിച്ച് ജയിലിലാക്കിയില്ലേ? അത്രയ്ക്ക് ക്രൂരതയൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടൊന്നുമില്ല. ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി, അതൊരു തെറ്റാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. അതെ, ജീവച്ഛവമായി കിടക്കുന്ന ഒരുത്തിയെ ചുമക്കുന്നതിനേക്കാളും നല്ലത് വേറെ കല്യാണം കഴിക്കുന്നതാണെന്ന് അവന് തോന്നിയതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ദേ, ഇവൾ അവന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ലല്ലോ. അന്തസ്സോടെ അവൻ ഇവിടെ കയറി വന്ന് ചോദിക്കുകയല്ലേ ചെയ്തത്. അതെന്തിനാ അച്ഛൻ DKയോട് സഹായം അഭ്യർത്ഥിക്കുന്നത്? ഞാനും നീയും തമ്മിലുള്ള സ്നേഹവും ബന്ധവുമെല്ലാം അച്ഛൻ DKയോട് പറഞ്ഞിട്ടുണ്ടാവും. അതുമാത്രമല്ല, സൂര്യയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് DK ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയയുടെ അച്ഛൻ ആവശ്യപ്പെട്ട പണം കൊടുക്കാമെന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനിങ്ങനെ ധൃതി പിടിക്കുന്നു. രഹസ്യമായി ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ഉടനെ നമ്മുടെ വിവാഹം നടത്തണം. ആരും അറിയാതെ എങ്ങനെ ഈ കല്യാണം നടത്താൻ കഴിയും? ആന്റി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് തോന്നുന്നത് DK ജയിലിൽ നിന്ന് ഇറങ്ങിയ ജോജി നേരെ ഇങ്ങോട്ടേക്ക് വരുമെന്ന. അതെന്തിനാ ഇവിടേക്ക് വരുന്നേ? ചേച്ചിക്ക് തിരിച്ച് അമരാവതിയിലേക്ക് പോയാ പോരെ? ആ, അതിനി ഉടനെ ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഒരിക്കലും സാധിച്ചില്ലാന്നും വരും. എന്ന് പറഞ്ഞാ നീ എന്തായി പറഞ്ഞു വരുന്നത്? ഇതോടെ അവർ തമ്മിൽ പിരിവെന്നാണോ? എന്നല്ല, ജ്യോതിയെ മരുമക്കൾ 3 ചേർന്ന അമരാവതിയിൽ നിന്ന് പുറത്താക്കി ഗേറ്റ് അടച്ചു. ആ സമയത്ത് പത്മാവതി അമ്മ പോലും അതിനെ എതിർത്തില്ല. എന്താ അതിന്റെ അർത്ഥം? ജ്യോതിയെ സ്വന്തം മകളെ പോലെ കാത്തുരക്ഷിച്ചിട്ടും സ്വന്തം മകനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് അവരെ തകർത്ത് കളഞ്ഞു. അതിന് ജ്യോതിയോടുള്ള വിരോധം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഉടനെ അമരാവതിയിലേക്കൊരു തിരിച്ചുപോക്ക് ജ്യോതിയെ സംബന്ധിച്ച് അസാധ്യമാണ്. ചേച്ചി ഇവിടേക്ക് തിരിച്ചു വന്നാ നമ്മുടെ കാര്യത്തിൽ ചേച്ചി വീണ്ടും ഇടപെടും. കല്യാണം പോയിട്ട് അവിനാശ് ഈ വീട്ടിലേക്കൊന്ന് വരാൻ പോലും ചേച്ചി സമ്മതിക്കില്ല. ആന്റി, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് ആന്റി കാണണം. ആന്റിയുടെ മോൾക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാനുള്ള അവസരം നശിപ്പിക്കരുത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രിയയ്ക്ക് അങ്കിള് വേറെ വിവാഹം ഉറപ്പിക്കും. പക്ഷെ ഇവിടെ എത്തുന്നവരെ അയാൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ മുൻകൂട്ടി ഒന്ന് അറിയിക്കാൻ പോലും പറ്റാതെ പോയത്. ആ, ഞാനെല്ലാം അമ്മയോട് ഫോണിൽ കൂടെ തന്നെ പറഞ്ഞല്ലേ അമ്മേ. അവനെ കുറ്റം ചെയ്യുന്നു നീ വിശ്വസിക്കുന്നുണ്ടോളാ മോനെ? നിന്റെ പെങ്ങള് ഈ വീട്ടിലെ മരുമോളല്ലേ? അവള് ജീവിക്കുന്നത് എന്ത് സന്തോഷത്തോടു കൂടെയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ മോനെ? അമ്മേ, അമ്മ ക്ഷമിക്കണം. എന്റെ വിശ്വാസമോ എന്റെ അനിയത്തിയുടെ ജീവിതമോ ഒന്നും അല്ല ഇപ്പൊ കാര്യം. ആ ജയരാമൻ ഇവിടുന്ന് കണ്ടെടുത്ത തെളിവ. അത് കൊടുത്തത് DKയുടെ സ്വന്തം ഭാര്യ. ഒന്നുമില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുപ്രിയയുടെ ജീവിതം ഇനി ഒരിക്കൽ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എനിക്കിഷ്ടമില്ല. അതിനുവേണ്ടി ഇനി ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മ വയ്ക്കൂ, ഞാൻ വരും. അമ്മേ, അയ്യോ, അമ്മ ഒറ്റയ്ക്കാ. അമ്മേ, അമ്മേ.
ചേട്ടാ, DK നമ്മൾ വിചാരിക്കും പോലെ ഒരാളല്ല. ദിവസം ചെല്ലുന്തോറും DKയുടെ സാഡിസ്റ്റ് ഇയാളെന്താ ഫോൺ എടുക്കാത്തത്? DKയുടെ ജാമ്യത്തിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും അവള് വിളിക്കുന്നത്. എന്തായാലും എടുത്ത് സംസാരിച്ചു നോക്കാം. ഹലോ മായ, ഹൗ ആർ യു? ഒരു വീടിന്റെ സന്തോഷം മുഴുവൻ കെടുത്തിയിട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്റെ അനിയത്തി ഇല്ലാതായതിന്റെ ദുഃഖം എത്ര വലുതാണെന്ന് മായക്കറിയില്ലേ. അവളെ കൊന്നവരെ ഞാൻ വെറുതെ വിടണമെന്നാണോ മായ പറയുന്നേ? അനിയത്തിയെ കൊന്നതിന് നിങ്ങൾ DK സംശയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിയില്ലായ്മയെന്നേ ഞാൻ പറയൂ. ഇനി എന്തു വേണമെന്ന് കോടതി തീരുമാനിക്കും. DK ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അതിന് തടസ്സം നിൽക്കരുത്. നീ വിളിച്ചപ്പോഴേ എനിക്കത് തോന്നി. സോറി മായ, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. 1 മണിക്കൂറിനകം ഞാൻ DK ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി കസ്റ്റഡി നീട്ടി വാങ്ങും. അയാളെ ഇനിയും ചോദ്യം ചെയ്ത് തീർന്നിട്ടില്ല. ഇതുവരെ ചോദ്യം ചെയ്യലിനോട് അയാൾ സഹകരിച്ചിട്ടില്ല. പ്ലീസ് ദയവേത് DK ഇനിയും ദ്രോഹിക്കരുത്. സോറി മായ, ഇക്കാര്യത്തിൽ എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല. ഗുഡ് ബൈ. ഹലോ ഹലോ, ഒരു മിനിറ്റ്. ഹലോ, അയാൾ ഫോൺ കട്ട് ചെയ്തു. ഇനി എന്തെയും മായച്ചി DK ജാമ്യത്തിലെടുക്കാൻ? ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടാ അയാൾ DK ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കുന്നത്. കസ്റ്റഡി നീട്ടണമെന്ന് അയാൾ ആവശ്യപ്പെട്ട ജഡ്ജി അത് അനുവദിക്കും. അല്ലെങ്കിൽ റിമാൻഡിൽ ജയിലിലേക്ക് അയക്കും. എന്തായാലും ഞാൻ ആ വക്കീലിനെ ഒന്ന് വിളിക്കട്ടെ. അമ്മേ, ഹലോ മിസ്സസ് ഹിറ്റ്ലർ. എന്താ മുഖത്തൊരു മ്ലാനത? ഓ, അമരാവതിയിലെ അമ്മ നിന്നെ മൈൻഡ് ചെയ്യാതെ പോയത് വിഷമായില്ലയോ? നിന്റെ വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ആ വീട്ടില് പത്മാവതി അമ്മ ആയിരുന്നു. അത് ഞാനങ്ങ് പൊളിച്ചു. ഇനി അങ്ങോട്ട് നിന്നോടുള്ള പത്മാവതി അമ്മയുടെ പെരുമാറ്റം എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. മൈച്ചി രാവിലെ തന്നെ എങ്ങോട്ടാ? DK കാണണം. നാളെ തന്നെ ഹൈക്കോടതിയില് ജാമ്യത്തിനുള്ള ഏർപ്പാടുണ്ടാക്കണം. അവിടെ ചെല്ലുമ്പോ നമ്മുടെ അമ്മായിയമ്മ അവിടെ കാണും. അവള് ശരിക്കൊന്ന് കൊടയണം മൈച്ചി. ജയിലിലാക്കിയത് അവളല്ലേ, അപ്പൊ ജാമ്യം എടുത്തു കൊടുക്കാനും അവൾക്ക് ഉത്തരവാദിത്തമില്ലേ? അവളെ കൊണ്ട് എന്ത് കൂട്ടിയാ കൂടും? നാട്ടിലിറങ്ങി നടന്ന് മണ്ടത്തരങ്ങള് കാണിക്കാനല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്കറിയില്ലല്ലോ. എന്തായാലും ഞാൻ അവിടെ ഒന്ന് ചെല്ലട്ടെ. അവളോട് 4 വാക്ക് സംസാരിക്കുന്നുണ്ട് ഞാൻ. ഭർത്താവിനെ രക്ഷിക്കാൻ രാജ്യസഭയില് കരഞ്ഞു വിളിച്ചിരുന്ന കണ്ണകിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവളാര ന്യൂജൻ കണ്ണകിയോ? CBIയോട് ബലം പിടിക്കാൻ അഭിനയം തന്നെ, അല്ലാതെ എന്താ? നമ്മള് DKക്ക് ജാമ്യം എടുത്ത് പുറത്തു കൊണ്ടുവരുമ്പോ നെല്ല വിളിച്ച് കരഞ്ഞു കാണിക്കാനുള്ള ഐഡിയ അല്ല അവൾ അവിടെ കുത്തിയിരിക്കുന്നത്.
മായിച്ചി ഇപ്പൊ തന്നെ ചെന്ന് അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം. അവൾക്കിനി എങ്ങോട്ടും പോകാനിട ഉണ്ടാവില്ല. ഇവിടുന്ന് നമ്മൾ ഇറക്കി വിട്ടു. ഭർത്താവിനെ കേസിൽ പെടുത്തിയിട്ട് അവൾക്ക് സ്വന്തം വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ? നാട്ടുകാരോടും വീട്ടുകാരോടും മറുപടി പറയണ്ടേ? ഇവിടെ വന്നിട്ടല്ലേ അവളുടെ അച്ഛൻ പോയത്. അയാൾ എന്താ പറഞ്ഞത്? അവളെ ഇനി വീട്ടിൽ കയറ്റില്ലാന്ന്. DK കാണാൻ ചെന്നപ്പോ അവളെ കണ്ടിട്ട് പോലും അയാൾ മൈൻഡ് ചെയ്തില്ലെന്നാ ഏട്ടൻ പറഞ്ഞത്. അപ്പൊ അമ്മായിയപ്പന് മരുമകനോട് സ്നേഹമുണ്ടെന്ന് അർത്ഥം. അത് പിന്നെ കാണാതിരിക്കോ? ഒറ്റ ഉത്സവം കൊണ്ട് DKയുടെ കയ്യിൽ നിന്ന് എത്ര ലക്ഷം രൂപ അയാൾ തട്ടിയെടുത്തത്? DKയുടെ മുന്നിൽ വെച്ചെങ്കിലും അതിന്റെ നന്ദി കാണിക്കണ്ടേ? അവളും ആ ജയരാമനും തമ്മിലുള്ള സംസാരവും അടക്കം പറച്ചിലും ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നതാ. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ ആ ചതിയൻ ജ്യോതിയെ നന്നായി ഉപയോഗിച്ചു. DKയോടുള്ള വിരോധം കാരണം അവള് തെളിവുകളെല്ലാം എടുത്ത് അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. എന്തായാലും അവളെ ഇനി DKക്ക് കാവലായി അവിടെ ഇരിക്കാൻ അനുവദിക്കരുത്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അവളെ ഞാൻ അവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കും. DK, അസുഖം അഭിനയിച്ച് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി നീ അല്ലേ? എത്രയോ നാളത്തെ എന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് നിന്റെ ഈ അറസ്റ്റ്. നിനക്കെന്നോട് വൈരാഗ്യം തോന്നുന്നുണ്ടോ DK? സഹതാപം മാത്രമേ ഉള്ളൂ. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാന്ന് ഇപ്പോഴും നീ കരുതുന്നുണ്ടോ? എന്റെ വിധി തീരുമാനിക്കുന്നത് എപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്യാ. അമരാവതിയിലേക്കുള്ള നിന്റെ വരവ് സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. എന്നുവെച്ചാ ഞാൻ നിന്റെ മനസ്സ് വായിച്ചിട്ടുണ്ട് ചെയ്യാ. അതിലെന്നോടുള്ള പകയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും നീ അമരാവതിയിലേക്ക് വന്നപ്പോ ഞാൻ സന്തോഷിച്ചു. കാരണം സുപ്രിയയ്ക്ക് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു. നിന്നെക്കുറിച്ച് മാത്രമേ അവൾ എന്നോട് എന്നും പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോ എന്നെ ട്രാപ്പിലാക്കിക്കൊണ്ട് ജയിച്ചെന്ന് നീ അഹങ്കരിക്കുന്നു. ഇത് വിജയമല്ല, നിന്റെ തോൽവിയുടെ തുടക്കമാണ് ജയ. എന്നോടുള്ള പക കൊണ്ട് നിന്റെ ബോധം മറഞ്ഞിരിക്കുന്നു. ഈ ഗ്രഹണത്തിന്റെ കാലം കടന്നുപോകും. തിരിച്ചറിവിന്റെ കാലം വരും. അന്ന് നീ ദുഃഖിക്കും. ഏത് ആയുധത്തിന്റെ മുന്നിലും തോൽവി സമ്മതിക്കാത്ത മനസ്സുള്ളവനാ നീ. പക്ഷേ ഇവിടെ